ബേസിക്കലി കെയർ ഹോംസ് ഡയറക്റ്റ് ആണ് നിങ്ങളുടെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റൽസ് ഒക്കെയാണ് നിങ്ങളുടെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം വൈകാതെ തന്നെ നിങ്ങളുടെ വിസ പ്രോസസ്സിംഗ് എല്ലാം ആവേണ്ടതാണ്. ഇനി പലപ്പോഴും നമ്മളുടെ ഏജൻസീസ് നമ്മളെ ഒരു മോക്ക് ഇൻ്റർവ്യൂ പോലെ നമ്മളെടുത്ത് നമ്മളുടെ കാര്യങ്ങളെല്ലാം റെഡിയാക്കാറുണ്ട്. അങ്ങനെ ഒരു ഏജൻസി വഴി എടുക്കുന്ന ഇൻ്റർവ്യൂ ആണെങ്കിൽ ചിലപ്പോൾ ഡിലേ വരാം. കാരണം അതൊരു മെയിൻ ഏജൻറ്റ് വഴി നടന്ന ഒരു ഇൻ്റർവ്യൂ ആവാനുള്ള സാധ്യതയില്ല. അപ്പോൾ ടേക്ക് കെയർ. നിങ്ങൾ അങ്ങനെ ഒരു ഏജൻറ്റ് വഴിയുള്ള ഇൻ്റർവ്യൂ ആണെങ്കിൽ ഈസി ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ പ്രോസസ്സിങ് നടക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. കാരണം ഈ ഏജൻറ്റ് നിങ്ങളുടെ ഇൻ്റർവ്യൂവിൽ കൺവിൻസ് ആയിട്ട് അതിനുശേഷം റിയൽ ആയിട്ടുള്ള കെയർ ഹോമിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുത്തിട്ട് വേണം അവർക്ക് നിങ്ങളെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. പകരം ഇത് ഡയറക്റ്റ് കെയർ ഹോമാണ് നിങ്ങളുടെ ഇൻ്റർവ്യൂ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ കെയർ ഹോം എത്രയും പെട്ടെന്ന് തന്നെ പ്രോസസ്സ് ചെയ്ത് നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകും. അതുപോലെ തന്നെ ഇനി ഈവൻ കെയർ ഹോംസ് ആണ് നിങ്ങളുടെ ഇൻ്റർവ്യൂ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഇനി മുതൽ എംബസിയുടെ ഇൻ്റർവ്യൂ കൂടെ മാൻഡേറ്ററി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈവൻ കെയർ ഹോമിൻ്റെ ഇൻ്റർവ്യൂവിന് ശേഷം എംബസിയുടെ സ്ലോട്ട് കിട്ടാനും കൂടെ നിങ്ങൾക്ക് കുറച്ച് ടൈം എടുക്കുമായിരിക്കും. അപ്പോൾ ഈ 9 months ഒന്നും ഡ്യൂറേഷൻ എന്നാലും എടുക്കൂല മെയിൻ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട്. അപ്പോൾ എനിക്കത് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് ഏജൻസി ആയിട്ട് എടുത്തൊരു ഇൻ്റർവ്യൂ ആയിരിക്കാം. അതൊരു റിയൽ ഇൻ്റർവ്യൂ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഫർദർ പ്രോസസ്സിങ്ങിനുള്ള ചാൻസസും വളരെ കുറവാണ്. അപ്പം അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് നിങ്ങൾ അധികം വലിയ കാശൊന്നും കൊടുക്കാതിരിക്കുക. മാക്സിമം ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസ്, കെയർ ഹോംസിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോസസ്സിങ് വളരെ ഫാസ്റ്റായിട്ട് നടക്കും. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. മെയിൻ ഇൻഫർമേഷൻസ് ഒക്കെ തന്നെന്ന് തോന്നും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് തരിക. കൂടുതൽ